നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് മെഗാ താരലേലത്തിന് മുൻപായി ഏറ്റവും കൂടുതൽ കളിക്കാരെ നിലനിർത്തിയ രണ്ട് ഫ്രാഞ്ചൈസികളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിനൊപ്പം തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും 6 റിട്ടൻഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണറായി കത്തി നിൽക്കുന്ന സഞ്ജു തന്നെയായിരിക്കും 2025 സീസണിൽ റോയൽസിന് വേണ്ടിയും ന്യൂ ബോൾ നേരിടുക. ഓപ്പണിംഗ് പങ്കാളിയായി യശസ്വി ജയ്സ്വാളും ഉണ്ടാകും. റിയാൻ പരാഗ്, ധ്രുവ് ജുറൈൽ, സന്ദീപ് ശർമ്മ, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവരെയും നിലനിർത്തിയിട്ടുണ്ട്. 6 താരങ്ങളെ നിലനിർത്തിയിട്ടും യുസ്വേന്ദ്ര ചാഹൽ, ജോസ് ബട്ട്ലർ, ട്രെന്റ് ബോൾട്ട് എന്നീ വമ്പന്മാരെ എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് കൈവിട്ടു എന്നതും ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. 3 സീസണുകളിൽ അവർക്കായി കളിച്ച യുസ്വേന്ദ്ര ചാഹൽ റോയൽസിന്റെ വലിയ വിക്കറ്റ് വേട്ടക്കാരിൽ ഒരാളാണ്. 2024 അവരെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരമാണ് ജോസ് ബട്ട്ലറുടെ വെടിക്കെട്ട് ബാറ്റിംഗ് വലിയ സംഭാവനകളാണ് രാജസ്ഥാൻ റോയൽസിന് നൽകിയിട്ടുള്ളത്. ജിദ്ദയിൽ നടന്ന മെഗാലയലത്തിൽ ശ്രീലങ്കൻ സ്പിന്നർമാരായ വനന്തു ഹാസനഗയെയും മഹേഷ് തീക്ഷ്ണയെയും റോയൽസ് സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. യുസ്വേന്ദ്രയുടെ കുറവ് നികത്തുക എന്നത് ഇവരിലൂടെ ആയിരിക്കുമെന്നായിരിക്കും കണക്ക് കൂട്ടുന്നത് റോയൽസ്. പേസർ ജോഫ്ര ആർച്ചറെ 12.5 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത് റോയൽസ്. നിതീഷ് റാണയെയും തുഷാർ ദേശ്പാണ്ഡെയെയും വാങ്ങി ഇന്ത്യൻ ആരാധകരെ നിലനിർത്താനുള്ള ബിസിനസ് തന്ത്രങ്ങളും റോയൽസ് പയറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് അണിയിച്ചൊരുക്കുന്ന സംഘത്തിൽ 13കാരനായ വൈഭവ് സൂര്യവംശിയുമുണ്ട്. IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് അദ്ദേഹം. ഇനി റോയൽസിന്റെ പ്രധാന ശക്തികൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. സന്തുലിതമായ ബൗളിംഗ് തന്നെയാണ് 2025 IPL RRന്റെ പ്രധാന ശക്തികളിൽ ഒന്ന്. നല്ല അനുഭവ പരിചയമുള്ള സന്ദീപ് ശർമ്മയ്ക്ക് യുവ ബൗളിംഗ് നിരയെ നയിക്കാൻ സാധിക്കും. 137 IPL വിക്കറ്റുകളുള്ള അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 13 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. പവർ പ്ലേയിലും അവസാന 4 ഓവറുകളിലും സന്ദീപ് ഫലപ്രദമാണ്. ജോഫ്ര ആർച്ചറുടെ വേഗതയും ബൗളിംഗ് വ്യതിയാനങ്ങളും RRന് കരുത്താകുന്നതായിരിക്കും. പരിക്ക് ഭേദമായി മികച്ച തിരിച്ചുവരവ് നടത്തിയ ആർച്ചറിന് 48 IPL ഇരകളുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനായി കഴിഞ്ഞ സീസണിൽ 13 മത്സരങ്ങളിൽ നിന്നായി 17 വിക്കറ്റുകൾ നേടിയ ദേശ്പാണ്ഡെയും ടീമിലെത്തിയിട്ടുണ്ട്. IPL വലം കയ്യൻ പേസർക്ക് ആകെ 42 വിക്കറ്റുകളാണുള്ളത്. 19.09 ശരാശരിയും 6.94 ഇക്കണോമി നിരക്കുമുള്ള ഫസൽ ഹഖ് ഫാറൂഖി T20യിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആഭ്യന്തര താരമായ കുമാർ കാർത്തികേയയും ലങ്കയുടെ വനന്തു ഹസരംഗയും T20 ക്രിക്കറ്റിലെ മികച്ച 2 സ്പിന്നർമാരാണ്. ഹസരംഗയ്ക്ക് 200 T20 മത്സരങ്ങളിൽ നിന്നായി 287 വിക്കറ്റുകളാണുള്ളത്. IPLൽ RCBക്ക് വേണ്ടി കളിച്ച ഹസരംഗ 26 മത്സരങ്ങളിൽ നിന്നായി 35 വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു താരമായ തീക്ഷ്ണയ്ക്ക് 178 T20കളിൽ നിന്നായി 189 വിക്കറ്റുകളുണ്ട്. RRന്റെ രണ്ടാമത്തെ പ്രധാന ശക്തി ഇനി ബാറ്റിംഗ് ആണ്. സഞ്ജു ജയ്സ്വാൾ ഓപ്പണിംഗ് T20യിൽ 7200 റൺസ് നേടിയ സഞ്ജു പരിചയസമ്പന്നനാണ്. 6 സെഞ്ചുറികളും നേടിയിട്ടുണ്ട്. സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന മുൻ KKR താരം നിതീഷ് റാണ 3-ാം നമ്പറിൽ ഇടം പിടിക്കും. 52.09 ശരാശരിയിൽ 573 റൺസ് നേടിയ റിയാൻ പരാഗ് പിന്നാലെ എത്തും. ധ്രുവ് ജുറൈൽ, ഷിംറോൺ ഹെറ്റ്മെയർ എന്നിവർ ഫിനിഷർമാരാകും. T20യിൽ 35-ന് മുകളിൽ ശരാശരിയും 150-ന് അടുത്ത സ്ട്രൈക്ക് റേറ്റുമുള്ള ശുഭം ദുബെയാകും മുതൽക്കൂട്ടാകുന്നവർക്ക്. ബാക്കപ്പ് താരങ്ങളിൽ പ്രഗത്ഭർ കുറവാണ്. ദുബൈ, കാർത്തികേയ, ഫാറൂഖി എന്നിവർ കഴിവുള്ളവരാണെങ്കിലും മറ്റു ടീമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തി കുറവാണ്. IPL 2024 5 മത്സരങ്ങളിൽ നിന്നായി 41 എന്ന റൺസ് നേടിയ ആകാശ് മധ്വാളാണ് മറ്റൊരു താരം. കൗമാര താരമായ ക്വെന മഫക്ക MIക്ക് അതായത് മുംബൈ ഇന്ത്യൻസിന് 2 മത്സരങ്ങളിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്. യുധ്വീർ സിംഗ്, അശോക് ശർമ്മ എന്നിവരാണ് മറ്റ് അൺക്യാപ്ഡ് പേസർമാർ. T20യിൽ യുധ്വീറിന്റെ പരിചയസമ്പത്ത് പരിമിതമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ അശോക് ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടുമില്ല. സന്ദീപിനോ ദേശ്പാണ്ഡയ്ക്കോ പരിക്കേൽക്കുകയോ ഫോമില്ലാതിരിക്കുകയോ ചെയ്താൽ ഇവരെ ഉപയോഗിക്കേണ്ടി വരും.